റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ മത്തി പൊള്ളിച്ചിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് സവോള, തക്കാളി ഇതൊക്കെ ചേർത്തിട്ട് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കും. ഈ മസാലയിലേക്ക് ഈ പൊള്ളിച്ച് വെച്ചേക്കണ മത്തി ചേർക്കും. എന്നിട്ട് ഈ മസാലയുടെ കൂടെ ഈ പൊള്ളിച്ച് വെച്ചേക്കണ മത്തിയും കൂടിയിട്ട് മിക്സ് ചെയ്യും. ഒരു 7-8 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കും. അങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മത്തിയുടെ ഉള്ളിലുള്ള ജ്യൂസൊക്കെ ഈ മസാലയിലേക്ക് വരും. അപ്പോൾ ഈ മസാല കൂട്ടിയിട്ട് ചോറിനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ മത്തിക്കായിരുന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നല്ല നെയ്യുള്ള മത്തിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ശരിക്കുള്ള ആ ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോ മത്തി തന്നെ വേണമെന്നില്ല, ഏത് ടൈപ്പ് മീനായിരുന്നാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാൻ. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ ഇതേപോലത്തെ 6 മത്തി എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇവിടെ ഇതേപോലത്തെ ഇങ്ങനെ ഫ്രോസൺ മത്തിയാണ് കിട്ടുക. ഈ മത്തിക്ക് നല്ല നെയ്യ് ഉണ്ടാവും, എപ്പോഴും കിട്ടും ഇതേപോലത്തെ മത്തി. ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആരെങ്കിലൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളത്. അപ്പം ഞാനിത് വാങ്ങിച്ചത് ഷോപ്പ് റേറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊരു 6 മത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല നെയ്യുള്ള മത്തിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അത് നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലേക്ക് ആയിരുന്നാലും എപ്പോഴും കിട്ടില്ലല്ലോ അങ്ങനെ നല്ല നെയ്യുള്ള മത്തി. അപ്പം നെയ്യുള്ള മത്തിയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നെയ്യ് ഇല്ലാത്ത മത്തി ആയിരുന്നാലും കുഴപ്പമില്ല, അതിലേക്ക് നമ്മൾ ആ മസാലയൊക്കെ ചേർക്കുമ്പോഴായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. മീനിലേക്ക് മസാലയൊക്കെ ചേർത്തിട്ട് ഈ മീൻ വറുത്തെടുക്കും. ഇത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമ്മൾ വേറൊരു മസാല ഉണ്ടാക്കിയിട്ട് ആ മസാലയിൽ ഈ വറുത്തെടുത്തേക്കണ മീൻ ചേർക്കും. അപ്പോൾ ആ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു സവോള നല്ല കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് കൂടുതൽ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ചേർക്കണം. പിന്നെ പച്ചമുളക് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ ടൈപ്പ് ഒരു 7 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഈ പച്ചമുളക് ഒന്ന് കീറിയിട്ടിടുക. പിന്നെ വെളുത്തുള്ളിയും വേണം. വെളുത്തുള്ളി ഞാനിവിടെ ഇതിപ്പോൾ വലുതും ചെറുതൊക്കെ ആയിട്ട് ഒരു 9 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു ഏകദേശം അളവിൽ എടുക്കുക. ഇതൊന്ന് ചതച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മല്ലിപ്പൊടിയും വേണം, മുളക് പൊടിയും വേണം, കുരുമുളക് പൊടിയും വേണം. പിന്നെ ഗരം മസാല നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇത് ഞാനിപ്പോൾ എന്താ പറയുക, കുറച്ചിങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ വഴറ്റിയ പോലെയാണ് ഈ മത്തി എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കറിയൊക്കെ ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കുറുകിയ പോലെ വരും. അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കറിയുടെ ഏറ്റവും ലാസ്റ്റ് ഒരുപാട് ചേർക്കരുത് കേട്ടോ, ഒരു കുറച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ളത് മാത്രം. അങ്ങനെ തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മീനിലേക്ക് മസാല ഇടാൻ വേണ്ടിയിട്ട് മീൻ ഞാനിവിടെ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റാട്ടെ. പിന്നെ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ട് മീൻ ഞാനിവിടെ വരഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പണ്ട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൻ എങ്ങനെ വരഞ്ഞെടുക്കാന്നുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ ചരിച്ചിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കും. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മീനിലേക്ക് മസാല ചേർക്കാം. ഈ മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സാധാരണ നമ്മൾ മീനൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും അരച്ച് ചേർക്കണില്ല കേട്ടോ. സാധാരണ നമ്മൾ വീടുകളിലൊക്കെ എപ്പോഴും വറുക്കണ പോലെ ആണ് വറുക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത്. ഇനി മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ എടുക്കണ പല മുളകിനും പല എരിവായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മുളകിൻ്റെ എരിവ് നിങ്ങൾക്കറിയാലോ. ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. അത് ഞാനിവിടെ ഫ്രഷായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കാരണം കുരുമുളകൊക്കെ നമ്മൾ നേരത്തെ കൂട്ടിയിട്ടൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ എന്താ ഭയങ്കര ഈർപ്പം പോലെ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ആ ഫ്രഷ്നെസ്സൊക്കെ പോവും. ഞാനിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഏകദേശം അളവിൽ ചേർത്താൽ മതി. ഇതിപ്പോൾ ഒരു ഇത്തിരി കൂടിയാലൊന്നും കുഴപ്പമില്ല. കാരണം ഇപ്പോൾ പുതിയതായിട്ട് കുക്ക് ചെയ്യുന്നവരൊക്കെ വിചാരിക്കും അത് കറക്റ്റ് അളവ് അങ്ങോട്ട് ആയില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അത് കുഴപ്പമില്ല, ഒരു ഇച്ചിരി അങ്ങോട്ട് കൂടിയാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മീൻ കഴുകിയിട്ട് എടുക്കുമ്പോൾ മീനിൽ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മസാല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നിങ്ങൾ സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ടി വരില്ല.
ആ മീനിൻ്റെ നനവ് കൊണ്ട് തന്നെ നമുക്ക് മസാല ഇതുമ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഈ മീനിൽ ഒട്ടും വെള്ളമില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഈ മസാല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് സ്ഥിരമായിട്ട് കുക്ക് ചെയ്യണവർക്ക് ഇതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ ചിലപ്പോൾ ഇതൊന്നും അറിയാണ്ട് വീഡിയോ കാണുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മസാല നന്നായിട്ട് മീൻ നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് തേച്ച് കൊടുക്കുക. ഇവിടെ സാധാരണ ഈ മത്തി ഞങ്ങൾ വാങ്ങുമ്പോൾ ഈ മത്തി വറുത്തിട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് ഓയിലൊന്നും ഒഴിക്കാണ്ട് മൊരിച്ചിട്ട് എടുക്കും. അപ്പോൾ ഈ മീൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് നെയ്യ് വരും. എന്നിട്ട് ആ നെയ്യിൽ കിടന്നിട്ടായിരിക്കും മീൻ മുരിഞ്ഞ് വരാൻ. എന്നിട്ട് ആ നെയ്യിൽ ചോറ് ഇങ്ങനെ പുരട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തീ ഇങ്ങനെ ചെറിയ തീയിലിട്ടിട്ടാണ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ മീനിനെ മൊരിച്ചിട്ട് എടുക്കും. അപ്പോൾ ഈ മത്തിയുടെ നെയ്യിൽ തന്നെ മീനായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ എന്നാലും നല്ല സ്മെല്ലായിരിക്കും. എന്നിട്ട് മീനെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ആ പാനിൽ ചോറിട്ടിട്ട് അതിനെ മിക്സ് ചെയ്ത് കഴിയും. ഭയങ്കര ടേസ്റ്റാണ്. ഇതേപോലെ നിങ്ങൾക്ക് സമയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മീൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അത് നമ്മുടെ സമയം അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതിൽ കൂടുതൽ സമയമൊക്കെ വെക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്തേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ സമയം വെക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴായിരിക്കും മീനിൻ്റെ ഉള്ളിലേക്ക് മസാല നന്നായിട്ട് പിടിക്കുക. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല എരിവുള്ള മുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് എരിവ് പിടിക്കും. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് എടുക്കാൻ വേണം. ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കണം. പച്ചമുളക് ഒന്ന് കീറിയിട്ടിടണം. പിന്നെ തക്കാളി കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ മീൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ സമയമുണ്ട്. അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വയ്ക്കാം. ഇനി മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കാം. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് മീൻ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മീൻ ചേർക്കാം. ഇനി ഞാനിവിടെ തീ പതുക്കൊന്ന് കുറച്ചിട്ട് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് മീനൊരു 3/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് മീൻ നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കും. മീൻ വറുക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ മുകളിലെ മസാലയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഈ ഒരുപാട് കുറച്ച് വെക്കണ്ട. നമ്മൾ ഇതേപോലെ ഇങ്ങനെ വലിയ മൂടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ മൂടി വെക്കുമ്പോൾ ചിലപ്പോൾ അറിയാത്തവർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ എടുത്തിട്ട് അങ്ങോട്ട് പൊന്തിക്കും. അപ്പോൾ നമ്മുടെ കൈമേക്ക് ഭയങ്കരമായിട്ട് ആവി അടിക്കും. അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചിട്ട് വേണം നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ കൈമ ഒരു പ്രാവശ്യം അങ്ങനെ ആവി അടിച്ചിട്ടുണ്ട്. ഇപ്പോഴൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ മീൻ മറ്റേ സൈഡും തിരിച്ചിടാം. ഇതൊരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. മീൻ എപ്പോഴും വറുക്കുമ്പോൾ തീ ഒരുപാട് കൂട്ടിയിട്ടിട്ട് വറുക്കരുത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിച്ചേക്കണം ഓയിലൊക്കെ ആണ് കരിഞ്ഞ് ആ മീനിൻ്റെ ടേസ്റ്റിന് തന്നെ ഒരു വ്യത്യാസമൊക്കെ വരും. എപ്പോഴും ചെറിയ തീയിലിട്ടിട്ട് മൊരിച്ചിട്ടിടുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് കറിവേപ്പില ഇപ്പോൾ കുറേ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആലി ചേച്ചിയുടെ കറിവേപ്പില ഇതിനകത്ത് ചേർക്കട്ടെ. പിന്നെ മീനൊക്കെ വറുത്തിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ കറിവേപ്പില ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു സ്മെല്ല് വരും. നമ്മളിപ്പോൾ ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതിപ്പോൾ കുറച്ച് വലിയ അടപ്പിട്ടിട്ടാണ് മൂടി വെച്ചേക്കുന്നത്. കാരണം ഈ പാനിനേക്കാളും കുറച്ച് വലുതാണ്. അപ്പോൾ നമ്മൾ ഇതിന് പിന്നെ പിടുത്തമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഡയറക്റ്റ് മുകളിലേക്ക് പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈമേക്ക് വന്നിട്ട് ആവി അടിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വലിച്ചിട്ട് വേണം ഈ അടപ്പ് തുറക്കാൻ വേണ്ടിയിട്ട്.
അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു അത് മിക്കവർക്കും കഴിയുമ്പോൾ അതേപോലെ ഇങ്ങനെ ആവി അടിച്ചിട്ടുണ്ടാകും. പിന്നെ ഒരു പ്രാവശ്യം പറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും ഓർക്കുമല്ലോ. ഇപ്പം മീൻ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ തുറന്ന് വെച്ചിട്ടാണ് മീനൊന്ന് മൊരിയിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ചിലവർക്ക് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ മൂടി വെച്ചിട്ട് തന്നെ എടുക്കുക. മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി മീൻ ഞാനിവിടെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഈ മീൻ വറുത്തേക്കണ ഈ സെയിം ഓയിൽ തന്നെയാണ് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നിങ്ങൾ മീൻ അങ്ങനെ വറുത്തിട്ട് ഓയിൽ അങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം ഓയിൽ തന്നെ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഓയിലൊന്നും കരിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഓയിൽ ചേർക്കാം. അത് നിങ്ങൾ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നിങ്ങൾക്ക് കടുക് പൊട്ടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കടുക് പൊട്ടിച്ചോട്ടോ. ഞാനിതിലേക്ക് കടുക് പൊട്ടിക്കണില്ല. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. ഈ സവോളയ്ക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. സവോള മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഈ സവോളയ്ക്ക് ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ സവോളയ്ക്ക് നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ തീ പതുക്കെ കുറച്ച് വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ആയിരുന്നാലും നിങ്ങൾ ഫ്രഷായിട്ട് പൊടിച്ച മല്ലിപ്പൊടി ചേർക്കാം. അതിപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പൊടിക്കണമെന്ന് നിർബന്ധമില്ല. അതിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളതൊക്കെ നേരത്തെ കൂട്ടിയിട്ട് പൊടിച്ച് വെച്ചാൽ മതി. എന്നോട് മല്ലിപ്പൊടി ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇതേപോലെ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ സ്പൂണിൻ്റെ മുകളിൽ നന്നായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. കുറച്ചും കൂടി ചേർക്കാം. ഒരു 1/4 ടേബിൾ സ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെഷറിംഗ് സ്പൂണിലേക്കാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തോട്ടോ. ഇനി മല്ലിപ്പൊടി നന്നായിട്ട് മുരിയണം. മല്ലിപ്പൊടി നന്നായിട്ട് മുരിഞ്ഞില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഈ പച്ചമല്ലിയുടെയൊക്കെ ഒരു കുത്ത് വരും. ചെറിയ തീയിലിട്ടിട്ട് മുരിയിച്ചിട്ട് എടുക്കുക. അത്യാവശ്യം നല്ല ചൂടിലിരിക്കണം. അപ്പോൾ ഇടയ്ക്ക് തീ കൂട്ടിയും ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ എടുക്കണ പാൻ്റെ അനുസരിച്ചിട്ട് ഇരിക്കും. അപ്പോൾ ഒട്ടും കട്ടിയില്ലാത്ത പാനൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ മല്ലിപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാനിതിലേക്ക് 3/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ചേർക്കാം. കുരുമുളക് പൊടി ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. അത്ര ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എരിവൊന്നും ഉണ്ടാവില്ല. കാരണം എൻ്റെ മുളക് പൊടിക്ക് അധികം എരിവില്ല കേട്ടോ. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുളക് പൊടി പെട്ടെന്ന് അങ്ങോട്ട് മുരിയും. മസാലകളൊക്കെ ഇങ്ങനെ മൊരിച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഈ പാൻ്റെ ഉള്ളിലേക്ക് ഒട്ടും പുക വരരുത്. പുക വന്നിട്ടുണ്ടെങ്കിൽ ഈ മസാലപ്പൊടികളൊക്കെയാണ് കരിഞ്ഞു പോകും. പിന്നെ നമ്മുടെ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. കറിക്കൊക്കെ ചിലപ്പോൾ ഒരു കൈപ്രസൊക്കെ വരും. എല്ലാ മസാലപ്പൊടികളും ഞാൻ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ആ 3 തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതാവുമ്പോൾ എന്ത് കറിയിലേക്കും ഇതേപോലെ തക്കാളി വഴറ്റിയിട്ട് എടുക്കുമ്പോൾ അപ്പോൾ തന്നെ ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പ് ചെന്ന് കഴിയുമ്പോൾ തക്കാളി പെട്ടെന്ന് അത് വളർന്നു വരും. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി മൂടി വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ച് തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരണം. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കണ്ട, ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ വേണം. ഇത് മൂടി വയ്ക്കുക. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. ഇനി ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അത് ഫസ്റ്റ് കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ടേസ്റ്റ് നോക്കുക. അങ്ങനെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ആ വറുത്ത് വെച്ചേക്കണ മീൻ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ മസാല കുറച്ച് മീനിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് ചാറിലെടുക്കരുത്, ചെറുതായിട്ടൊന്ന് കുറുകിയ പോലെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ എനിക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്ന ടേസ്റ്റിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതേപോലെ ഇങ്ങനെ എടുക്കേണ്ടതാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ല പുളിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു 7 മിനിറ്റ് ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ മത്തി മസാല ഇട്ടത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഇതിപ്പോൾ ചൂടാറിയാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ മത്തി മസാല ഇട്ടിട്ട് വഴറ്റിയെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഇപ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് മത്തി തന്നെ വേണമെന്നില്ല കേട്ടോ. ഏത് ടൈപ്പ് മീനായിരുന്നാലും ഇതേപോലെ നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് ഇടുക. പിന്നെ നല്ല നെയ്യുള്ള മത്തിയൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ കറിക്ക് ചൂടാറി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചൂടുള്ള സ്ഥലത്തൊക്കെ ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കേടുവരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇവിടേക്ക് അധികം ചൂടില്ലാത്തതുകൊണ്ട് തന്നെ ഇതിപ്പോൾ 2-3 ദിവസമൊക്കെ പുറത്ത് വെച്ചിരുന്നാലും കേടുവരാണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. നമ്മൾ ഉണ്ടാക്കിയേക്കണം ഈ പാനിൽ കുറച്ച് ചോറ് ഇട്ടിട്ട് ഇങ്ങനെ പുരട്ടി എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.